ഒക്ടോബറിൽ 1, നവംബറിൽ 3, ഡിസംബറിൽ 0, ജനുവരിയിൽ 1. കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കിട്ടിയ വർക്കിന്റെ എണ്ണമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നക്കിയതിന്റെ നല്ലുപ്പില്ല. അപ്പോഴാണ് നമുക്ക് സിംഗപ്പൂർ ട്രിപ്പ്. എന്റെ പൊന്നേട്ടാ, ഇതിന് വലിയ പൈസ ഒന്നും ആവത്തില്ല. ഇത് നമ്മുടെ ആര്യ ശ്രീകണ്ഠൻ അവർ ടൂർ പാക്കേജ് എടുത്താണ് പോയിരിക്കുന്നത്, റീലിട്ടിട്ടുണ്ടല്ലോ. ഒരു ആര്യ ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ ഒരു ആര്യ ശ്രീകണ്ഠനും അവൾ ഇട്ട റീലും. നീയേ അഡിക്റ്റ് ആണ്, ഇൻഫ്ലുവൻസർ ആര്യ ശ്രീകണ്ഠൻ അഡിക്റ്റ്. പിന്നെ ഞാൻ അങ്ങനെ ആർക്കും അഡിക്റ്റ് ഒന്നുമല്ല. പിന്നെ ജെന്യൂൻ ആയിട്ടൊരു ഇൻഫ്ലുവൻസറിനെ കണ്ടപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നു. ഞാൻ മാത്രമല്ലല്ലോ, 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ആര്യയ്ക്ക്. മാസം എത്ര രൂപയാണ് അവർ ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്നതെന്ന് അറിയാവോ? അതുമാത്രമല്ല, സ്വയം യൂസ് ചെയ്യാതെ ഒരു പ്രോഡക്റ്റും അവർ നമുക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്നെ ടൂറിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് പറഞ്ഞാൽ പോരെ. ചുമ്മാ ആര്യ പറയുന്നത് എന്തിന്? കണ്ട ആര്യ പറഞ്ഞപ്പോ നീ നാഗവല്ലിയായത് കണ്ട? നീ അഡിക്റ്റ് കൺഫേം. ഹലോ ഹ്യൂമൻ ബീയിങ്സ്, കണ്ടോ എന്റെ കണ്ണ് കണ്ടോ? എനി ചേഞ്ച്? അതെ എന്റെ ഡിയർ ഹ്യൂമൻ ബീയിങ്സ്, എന്റെ കണ്ണിലെ ഡാർക്ക് സർക്കിൾസ് മാറി. ഞാൻ എന്താ ചെയ്തതെന്നല്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് സ്കിൻ ഡോക്ടർ എനിക്കൊരു ക്രീം സജസ്റ്റ് ചെയ്തു. കിടിലം പ്രോഡക്റ്റ്, അത് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഹലോ, ഞാനേ റീല് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു നൈറ്റ് 9 മണിക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ മാഡം, താങ്ക് യു. മാഡം പേയ്മെന്റിൽ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 85,000 രൂപയിൽ 1 രൂപ കുറഞ്ഞാൽ ഞാൻ ഈ റീൽ പോസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ വേറെ 4 പ്രോഡക്റ്റിന്റെ റീൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഇട്ടോളാം. തൻ്റെ ഈ ചാത്തൻ പ്രോഡക്റ്റേ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്, ഞാൻ യൂസ് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് വിറ്റ് തരണേനെ. താൻ ഇത്രയും തന്നാ പോരെ. അയ്യോ സോറി മാഡം, ഞാൻ ഫുൾ പേയ്മെന്റ് ഇപ്പൊ തന്നെ ഇട്ടേക്കാം. വേണമെങ്കിൽ ഒരു ബോക്സ് ഫ്രീ കൂടെ വെച്ചേക്കാം മാഡത്തിന് യൂസ് ചെയ്യാനായിട്ട്. അയ്യോ വേണ്ട, താനേ ക്യാഷ് ഇട്. ഒക്കെ ഉപയോഗിച്ചിട്ടാണോ വല്ല ചോറും ചേർന്ന്? ഞാൻ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, ഞാൻ ഏതെങ്കിലും ഷോപ്പിൽ പോയി ഒരു നല്ല ഹെഡ്സെറ്റ് വാങ്ങിക്കാമെന്ന്. അപ്പം നിനക്ക് ആര്യ ശ്രീകണ്ഠൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച അതേ ഹെഡ്സെറ്റ് തന്നെ വാങ്ങിക്കണമെന്ന്. എന്നിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല, അടിച്ചു പോയി സാധനം. അയ്യടാ, നിങ്ങൾ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ചീത്തയാക്കിട്ട് എന്നെ പറയണ. ആര്യക്കേ ബ്രാൻഡഡ് ഐറ്റംസ് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ടല്ല, അവര് നല്ലത് നോക്കിയേ യൂസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല, അത്രേ ഉള്ളു. ഓ, നീ നിന്റെ ആര്യ ശ്രീകണ്ഠനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ കേട്ടാ? ഓ ചേച്ചി ഇപ്പൊ ഓക്കെ അല്ലേ? പിന്നെ ക്യാമറയ്ക്ക് മുന്നിലേ ഒന്ന് കരഞ്ഞു നിൽക്കണേ മോളെ. ഞാനത് ചേച്ചി, നമ്മുടെ ഒരു രീതിയാണിത്. നമുക്ക് പൈസ കിട്ടണ്ടേ, ചികിത്സ നടത്തണ്ടേ? ശരി ചേച്ചി. ഹലോ ഹ്യൂമൻ ബീയിങ്സ്, എനിക്കിന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാവം, ഒരു നേരത്തെ ആഹാരത്തിനും ചികിത്സയ്ക്കും വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് പറ്റാവുന്ന ഒരു സഹായം ഞാനും ചെയ്യാമെന്ന് കരുതി. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റാവുന്ന തുക നിങ്ങൾ വിട്ടുകൊടുക്കണേ. ഗുഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. കണ്ട ഇതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ ആര്യ ചെയ്യുന്നത്. നമുക്കും എന്തെങ്കിലും സഹായിക്കാൻ ചേട്ടാ. നമുക്ക് ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും, ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടു. നമുക്ക് വലിയ എമൗണ്ട് പറ്റിയില്ലെങ്കിലും 1000 രൂപ കൊടുക്കാം. ആ അത് മതി. കരുണ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ, വിശക്കണ്. അതാ വരുന്നു. ഇന്നൊരു സ്പെഷ്യൽ കറിയാ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ആഹാ, എന്തോ നിലപ്പടി ഇത്? ഇതാണ് ഹെൽത്തി ചമ്മന്തി. തേങ്ങയൊക്കെ കൊളസ്ട്രോൾ അല്ലേ, അപ്പൊ തേങ്ങയ്ക്ക് പകരം നല്ല പച്ച പാവയ്ക്ക അരച്ചുണ്ടാക്കിയ ഹെൽത്തി ചമ്മന്തി. ഇനി നിനക്ക് വയ്യെങ്കിൽ നീ എൻ്റെ അടുത്ത് പറ, ഞാൻ നിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. അങ്ങനൊന്നും കളിയാക്കണ്ട. ആര്യ ശ്രീകണ്ഠന്റെ വീട്ടിലെ ഇപ്പൊ സ്ഥിരം ഉണ്ടാക്കുന്ന ചമ്മന്തി ഇതാ. അതായിരിക്കല്ലേ അവളുടെ മുഖത്തിന് ഇത്ര ഗ്ലോ. എനിക്ക് ഇതിൽ കുറഞ്ഞുള്ള ഗ്ലോ ഒക്കെ മതി കേട്ടാ. വര ആഹാരം പോലും ആര്യ വൈകുണ്ഠത്തിന്റെ പോലത്ത്. ആര്യ ശ്രീകണ്ഠൻ. ഓ സമ്മതിച്ച്. ഹലോ ഹ്യൂമൻ ബീയിങ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് നോക്കി, ഒരു ഗോൾഡൻ ചാൻസ്. ഇതാണ് ശ്രീധർ, ആളൊരു ഡോക്ടറാണ്. ഇനി മുതൽ
എന്റെ ഹസ്ബൻഡ്. യെസ്, അടുത്ത മാസം 22 ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്. പിന്നെ 1 വർഷം കഴിഞ്ഞാൽ കല്യാണം അല്ലേ? അപ്പൊ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടത്താൻ ഞങ്ങൾ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ നോക്കുന്നുണ്ട്. എന്റെ ഫോളോവേഴ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ഉടനെ DM ചെയ്യണേ. അപ്പൊ എടി, ഇതിപ്പോ ഒരുപാട് പേര് ഇവർക്ക് DM ചെയ്യൂലേ. അത് മാത്രമല്ല, വലിയ ടീമുകളും കാണും. എൻ്റെ കയ്യിൽ ആര്യയുടെ നമ്പർ ഉണ്ട്, നമുക്കൊന്ന് വിളിച്ചു നോക്കിയിട്ട് നേരിട്ട് പോയി കണ്ടാലോ? ഇവിടെ കബഡിയാറാ അവരുടെ വീട്. ആ, എങ്കിൽ വിളിച്ചു നോക്ക്. ചേട്ടാ, നാളെ അവിടെ അടുത്തുള്ളൊരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മീറ്റ് ചെയ്യാം. നാളത്തേക്ക് നല്ല ഡ്രസ്സ് എടുത്ത് വെക്കാം അല്ലേ? ഇവള് ആര്യയുടെ വലിയൊരു ഫാനാ. ആര്യ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. എന്നിട്ട് നിങ്ങളത് കഴിക്കൂ. ഈ ശ്രീ കുറച്ച് പണിയാണ്. നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഡേറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു ഗ്രാൻഡ് എൻഗേജ്മെൻറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും ഒരു കല്യാണം പോലെ ഇരിക്കണം. ഈ ഗസ്റ്റിന് നമുക്ക് വാലറ്റ് പാർക്കിംഗ് ഫെസിലിറ്റിയോട് തിരിച്ചു പോകുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് വരെ വേണം. നമുക്കൊരു 500 അടുപ്പിച്ച് ഗസ്റ്റ് ഉണ്ടാവും. പിന്നെ ഡിഷസ് ആണെങ്കിൽ മിനിമം ഒരു 15 വെറൈറ്റീസ് എങ്കിലും വേണം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാ പേജസും ഓൺലൈൻ ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇവൻ്റാണ്. അതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഒരു കുറവും വരുത്താൻ പറ്റത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നമുക്ക് കൈ കൊടുക്കാം. മാം, ഒരു മിനിറ്റ്. നീ ഒന്ന് വന്നേ. ഒരു മിനിറ്റ്. ആര്യ, ഇതിപ്പോ എൻഗേജ്മെന്റ് അല്ലേ, നമ്മൾ ഇത്രയും ഗ്രാൻഡ് ആക്കണം. ആക്കിയേ പറ്റും. ഒരു സ്പെഷ്യൽ മൊമെന്റ് അല്ലേ. ശ്രീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം സെറ്റ് ആക്കിക്കോളാം. എന്റെ ചേട്ടാ, ആദ്യമായിട്ട് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. എന്തൊരു ഭംഗിയില്ലേ കാണാൻ. എടി, നീ സൗന്ദര്യം മാത്രമേ നോക്കിയാണോ? അവർ പറഞ്ഞെന്താണെന്ന് നീ കേട്ടായിരുന്നു? എടി, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കൂല. 10-15 ലക്ഷം രൂപയുടെ മുകളിലെങ്കിലും ആവും. അത് മാത്രമല്ല, അവർ പറഞ്ഞ പല ഐറ്റംസ് നമ്മുടെ കയ്യിലില്ല. റെന്റിന് എടുക്കേണ്ടി വരും പുറത്തുനിന്ന്. വലിയ തലവേദനയാവുമേ. എന്റെ പൊന്നിയേട്ടാ, നമ്മൾ ഈ ലൊട്ടിലൊടുക്കും വർക്ക് പിടിച്ച് നടന്നാൽ മതിയോ? ഈ ഒരു വർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് തന്നെ മാറും. ഇനി ഏത് സെലിബ്രിറ്റി വർക്ക് വന്നാലും നമുക്ക് തന്നെ കിട്ടും. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങളായിട്ടത് കൊണ്ട് കളയരുത് പ്ലീസ്. എന്തോ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ബാബാ കൈ കൊടുക്കള. അപ്പൊ പറഞ്ഞ പോലെ പരിപാടി കളറാക്കിക്കോണം. ശ്രീടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നമ്മൾ ഉദ്ദേശിച്ച കളർ ഇവിടെ കിട്ടത്തില്ല. ചേടാ, അതിനിങ്ങനെ ഡെസ്പ് അടിക്കല്ലേ. നമുക്ക് തൽക്കാലം ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കളക്ഷൻ ഉണ്ടോ നോക്കാം. ഇപ്പൊ എൻഗേജ്മെന്റ് അല്ലേ, കല്യാണം സെറ്റ്. എന്തായി മാം, ഓക്കെ അല്ലേ? സെലക്ട് ചെയ്തോ? ശ്രീക്ക് ഇഷ്ടമുള്ളതെന്നാ ചേട്ടക്ക്. എന്ത് പറ്റി മാം, ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, ഇഷ്ടപ്പെടാത്തതിൻ്റെ അല്ല. ആക്ച്വലി ഞങ്ങളുടെ മനസ്സിലൊരു കളർ കോഡ് ഉണ്ടായിരുന്നു. അപ്പം അത് കിട്ടാത്തതിൻ്റെ ഒരു ചെറിയ. ആ കളർ കോഡ് എന്നെ ഒന്ന് കാണിക്കോ? ഇതാണ്. ഇത് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആണോ? എങ്കിൽ ഈ ഒരു പാറ്റേണിൽ അത് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ആ കളറിൽ ഈ പാറ്റേൺ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാ നോക്കിയേ. ഇപ്പൊ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത കളർ. ഈ കളർ മാത്രമല്ല, ഈ കളർ ചാർട്ടിലുള്ള കംപ്ലീറ്റ് കളേഴ്സ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഡിസൈനർ വെയർസ് മാത്രമല്ല, നമുക്കിവിടെ റെൻ്റൽ ഓർണമെന്റ്സ് അവൈലബിൾ ആണ്, നമുക്ക് റെൻ്റൽ ഡ്രസ്സസ് അവൈലബിൾ ആണ്, പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഡ്രസ്സസ് അവൈലബിൾ ആണ്. ടോട്ടലി പറഞ്ഞാൽ ഒരു 1 സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സിറ്റിയിൽ കിടന്ന് ഇത്ര അലയേണ്ട കാര്യമില്ലായിരുന്നു. സത്യം. അപ്പോൾ എല്ലാം സെറ്റ് അല്ലേ? നിങ്ങളപ്പോൾ ഓർണമെന്റ്സ് ഒന്ന് നോക്കിക്കോ, ഞാനിപ്പോൾ വരാം. ഓക്കെ മാഡം, പ്രിയദർശിനി എന്ന് പറഞ്ഞ ക്ലയന്റിന്റെ സാരി റെഡി ആയിരുന്നു. ഓ, അത് സെറ്റാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. മാഡം, ജയറാമേ, ഇവിടെ നിന്നാണോ പർച്ചേസ്? ആ അതെ. എനിക്ക് നാളെ ഒരു വർക്കുണ്ട്, അപ്പോൾ അതിന്റെ പർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാ. ശരി, നമ്മുടെ പരിപാടി എന്തായി? അന്നത്തെ ദിവസത്തേക്ക് ഞാൻ വർക്കേഴ്സിനെ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാഡത്തിനൊരു മെനു അയക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി മാഡം. മിനിമം ഒരു 4 ഡിഷസ് എങ്കിലും പുതിയത് വേണം. ആൾക്കാരുടെ കണ്ണുള്ളണം.
ഗിഫ്റ്റ് ബോക്സിന് മാത്രം 1,25,000 രൂപ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. ക്ലൈൻറ്റിനെ ഒന്ന് വിളിച്ചോട്ട്. മാഡം, ഈ ഗിഫ്റ്റ് ബോക്സിന് മാത്രം 1,25,000 രൂപയാവും. ആവട്ടെ, അതിനെന്താ? അല്ല, ഫുൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ അവർ സാധനം എത്തിക്കത്തുള്ളൂ. ഞാൻ എന്തായാലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ടീമിനെ ഏൽപ്പിക്കുമായിരുന്നല്ലോ. ഇതെന്താ 2 ദിവസം മുമ്പാണോ പറയുന്നത്? ഇല്ലില്ല, ഇതൊക്കെ ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് മാഡത്തിന് ഇൻഫോം ചെയ്തേ ഉള്ളൂ. ശരി ശരി. ഈ പൈസയൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് മറിക്കാനാണ്? എടാ, VIP ഏരിയല്ലേ, തിരക്ക് കൊണ്ടനുസരിച്ച് ബൗൺസേഴ്സിനെ കേട്ടോണേ. എടാ, ഫുഡിന്റെ ലിസ്റ്റൊക്കെ ഓക്കെയാണ്. ഓക്കെ ശരി. ഡിജയുടെ കാര്യം എന്തേ? അത് കറക്റ്റ് സമയത്ത് കട്ടിക്കോ. നീ നോക്കിക്കോണേ. ശരി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ പരിപാടി. നിങ്ങൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. സത്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുമല്ലേ. ആ DJ ഒക്കെ വൻ പൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ടെൻഷനൊന്നും വേണ്ട, ധൈര്യമായിട്ട് പരിപാടി പിടിച്ചു. ആര്യ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വിരോധം ഇല്ലെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടെ? അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ എടുക്കാം. വാശ്രീ. മാഡം, ഇതാണ് ഫൈനൽ ബില്ല്. മാഡം, ടോട്ടൽ എമൗണ്ട് 16,46,500 രൂപയാണ്. അതിൽ മാഡം 16 രൂപ തന്നാൽ മതി. ആക്ച്വലി ഞങ്ങളിതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നില്ല. ഇത് ഞങ്ങൾക്കൊരു പ്രൊഫൈൽ വർക്കാണ്. ഇത് കണ്ടിട്ട് ബാക്കിയുള്ള വർക്കുകൾ വരുമല്ലോ, അതിൽ നിന്ന് ഞങ്ങൾ പ്രോഫിറ്റ് എടുത്തോളാം. എന്നിട്ട് ജയറാമിന് പുതിയ എൻക്വയറീസ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നോ? 2-3 വന്നിട്ടുണ്ട്. കാരണം എങ്ങനെയാണ്? ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണോ പ്ലാൻ? ജയറാം, അല്ല, ബാക്കി ക്യാഷ് ആയിട്ടാണോ മാം? അല്ല, ഇത് ഫുൾ സെറ്റിൽമെന്റ്. അല്ല, ഇത് 12 ഉള്ളൂ. ബാക്കി കൊളാബ്. കൊളാബോ? മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ എൻ്റെ എൻഗേജ്മെന്റ് വർക്ക് ചെയ്ത് ഞാനത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു വിസിബിലിറ്റി കിട്ടിയില്ലേ? ആ പേയ്മെന്റാണ് ഞാൻ കട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സും ചെറിയ ടീമും ആയതുകൊണ്ടാണ് ഞാൻ 75% പേ ചെയ്തത്. നോർമലി 50-50 ആണേ. അയ്യോ മാഡം, ചതിക്കല്ലേ? ചതിക്കില്ലെന്നോ? താൻ എന്തുവാടോ ഈ പറയുന്നത്? ഞാൻ എന്ത് ചോദിച്ചു എന്ന്? മേഡം ബാക്കി പേയ്മെന്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പെടും. മറ്റുള്ളവർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. നോക്ക് കരുണ, നിങ്ങൾ നിങ്ങളെ സർവീസിന് പേയ്മെന്റ് ചോദിക്കുന്ന പോലെ ഞാൻ എൻ്റെ സർവീസിന് പേയ്മെന്റ് എടുത്തു. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഇങ്ങെടുക്ക്, അവരുടെ പേര് വെച്ച് ഞാൻ റീൽ ചെയ്യാം. അപ്പോൾ അവർക്കൊരു പരസ്യമാകുമല്ലോ. 12 പണിക്കാരോടും കാറ്ററിംഗുകാരോടും ഞാൻ എന്തോന്ന് പറയട്ടെ? പൈസ ഇല്ല, കൊളാബേ ഉള്ളൂ എന്ന് പറയണോ? താനധികം ചൂടാവല്ലേ. ഇതിൻ്റെ മേലെ ഞാൻ 1 രൂപ പേ ചെയ്യാൻ പോണില്ല. ഞാൻ ഇപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടാലേ തനിക്ക് ജന്മത്ത് കേരളത്തിൽ വേറെ വർക്ക് കിട്ടാൻ പോകുന്നില്ല. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൊഫൈലാണ് എൻ്റെതെന്ന് താൻ മറക്കണ്ട. താങ്ക് യു മാഡം. എനിക്കെന്തായിരുന്നാലും ഈ പേയ്മെൻറ്റ് വർക്കേഴ്സിന് കൊടുത്തേ പറ്റുള്ളൂ. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്തിയതിനെ എൻ്റെ വൈഫിൻ്റെ താലിമാല വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ കടം വീട്ടും. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, നല്ലതേ വരുള്ളൂ. ഇനി എന്തോന്ന് കാണാനാണ് ഇവിടെ നിൽക്കണത്? നിനക്ക് നിന്റെ ദൈവത്തിനെ കണ്ട് മതിയായില്ലേ? പാവങ്ങളെ പറ്റിച്ചാണല്ലേടി. എൻ്റെ ശ്രീ, നീയും അവരെ പോലെ അനാവശ്യം പറയല്ലേ. അവര് നിന്നോട് പരസ്യം ആവശ്യപ്പെട്ടിട്ടില്ല.
നീ ആവശ്യപ്പെട്ടത് അവർ വെടിപ്പായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മൾ കാണിക്കേണ്ട മാന്യത അവരുടെ പേയ്മെൻറ്റ് ഫുള്ള് സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ അവസാന നിമിഷം നീ കൊളാമെന്ന് പറയണത് ചീറ്റിംഗ് ആണ് ആര്യെ. എൻ്റെ പൊന്നു ശ്രീ, ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പനിക്കും ചുമയ്ക്കും ചികിത്സിക്കുന്ന തനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കൊരു സാധനം ആയാലും സർവീസ് ആയാലും ഞാൻ അത് എൻ്റെ പേജിലിട്ട് 4 ആളെ അറിയിച്ചാലേ അത് കൊളാബാണ്. ഒന്നുകിൽ അവരെനിക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തരണം, അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ ക്യാഷ് തരണം. ഇതിപ്പോൾ ഞാൻ പ്രൊമോഷൻ്റെ ക്യാഷ് എടുത്തു, അത്രേ ഉള്ളൂ. ഒരു നാട്ടുമ്പുറത്തുള്ള സാധാരണ ചെറിയ ഇവന്റ് ചെയ്യുന്ന പാവപ്പെട്ടവരാണ് അവർ. അവർക്ക് നീ പ്രൊമോഷന് ചാർജ് ചെയ്യണം 4 ലക്ഷം രൂപയല്ലേ? അയാൾ ഇവിടെ നിന്ന് ശപിച്ചിട്ടാണ് പോയത്. ആ ശപം എന്നെയും കൂടെ ബാധിക്കും. എൻ്റെ ശ്രീ തന്ത വിഭ കാണിക്കല്ലേ. ഇതൊന്ന് നോക്കിയേ. ഹായ്, നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനും ആര്യയും തമ്മിലുള്ള കല്യാണം വേണ്ടാന്ന് വെച്ചു. ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ ഒരു എൻഗേജ്മെന്റ് പൊടി പിടിച്ച് നടത്തിയിട്ട്. എന്നിട്ടും ഇത് എന്താണ് വേണ്ടാന്ന് വെച്ചതിനുള്ള റീസൺ നിങ്ങൾ എല്ലാവരും അറിയണമെന്ന്. കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആര്യല്ല റിയൽ ലൈഫിലുള്ള ആര്യ. താൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയണം, അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഒരു സോഷ്യൽ മീഡിയ വഴി സ്കാം നടത്തുന്ന നിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇത് കണ്ട, നീ ഇത്രയും കാലം ചാരിറ്റി നടത്തിയവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇതിലെല്ലാവർക്കും കൂടെ വന്നത് 79 ലക്ഷം രൂപ. അതിൽ അവരുടെ കയ്യിലെത്തിയ 45 ലക്ഷം, ബാക്കി 34 ലക്ഷം രൂപ. അത് നിന്റെ കൊളാബായിരിക്കുമല്ലേ? അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നിന്റെ ഉടായ്പിന്റെ പറയുകയാണ്. ഇടി ഇതിനെക്കാളും മോഷ്ടിക്കാൻ പറ്റി, അതിന് അന്തസ്സുണ്ട് ഇതിനെക്കാളും. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എനിക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇടൂ. ഈ ഊരും പേരും അറിഞ്ഞിടത്ത പ്രോഡക്ട്സ് എടുത്ത് ഡെർമറ്റോളജി എന്നാണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുക, രോഗികളുടെ ചികിത്സാ സഹായമാണെന്ന് പറഞ്ഞ് അവരുടെ ഫണ്ട് പിരിച്ച് അതിൽ കൈയിട്ട് വരിക. നീ പക്ക ക്രിമിനലാണ്. ഇത് എല്ലാവരും ചെയ്യുന്ന തന്നെയാണ്. ഒരിക്കലുമല്ല. നിന്നെപ്പോലെ പണപ്പിശാചല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാടുണ്ട്, എത്തിക്സ് ഉള്ളവർ. നാളെ അവരെയും കൂടെ ആൾക്കാർ സംശയിക്കും നീയൊക്കെ കാരണം. അതില്ലാതിരിക്കണമെങ്കിലേ നീയൊക്കെ എക്സ്പോസ് ആവണം. അതിനുള്ള പണി ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാനും കൂടെ ഭാഗമായിട്ടുള്ള നമ്മുടെ എൻഗേജ്മെന്റ് നടത്തിയ ഇവന്റ് കമ്പനി ഉണ്ടല്ലോ, അവരുടെ കാശ് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നീ നാഴേക്ക് 40 തൊട്ട് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നുണ്ടല്ലോ, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? എ പേഴ്സൺ ഹൂ ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. നിന്റെ വീഡിയോ കാണുന്ന എത്രയോ ആൾക്കാർ നീ പറയുന്നത് ക്രെഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ആ വിശ്വാസമല്ലേ നീ ഇല്ലാതാക്കിയത്. നീ ചെയ്ത സകല ക്രമക്കേടും റിപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറുപടി നീ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ബൈ ബൈ ഹ്യൂമൻ ബീയിങ്. ഇന്ന് ഏത് ഫുഡ് സ്പോട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം, ഏത് സ്ഥലത്തോട്ട് ടൂർ പോകണം, നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ ഏത് ക്രീം മുഖത്ത് തേക്കണമെന്ന് വരെ നമ്മളിൽ പലരും ഇന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് കണ്ടാണ്. നമ്മൾ കാണുന്ന ഓരോ കോണ്ടന്റും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് ഓരോ ദിവസവും ബെറ്റർ ആക്കുകയാണോ, അതോ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ജീവിതം തന്നെ തകർക്കുകയാണോ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഈ കാണുന്ന ലോകം 100% റിയലാണ്. ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കുക. ഇനി ഞാനടക്കമുള്ള ഇൻഫ്ലുവൻസർമാരോട് ഒരു കാര്യം, നിങ്ങളുടെ പേജിൽ 1 മില്യൺ ഫോളോവേഴ്സ്, 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ കാണിക്കുന്നത് വെറും നമ്പറല്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ പറയുന്നതും സജസ്റ്റ് ചെയ്യുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് വ്യക്തി ലാഭങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ തകർക്കാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇനിയെങ്കിലും ആരും ഇത്തരം ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചതിയിൽ വീഴാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹത്തെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്ന ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനെ തിരിച്ചറിയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന